Next one, life of the people. The Democratic Republic of the Congo is an independent country. People of different races speak a variety of languages. Bantu is spoken by the largest number of people. നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഓൾഡ് നെയിം എന്തായിരുന്നു? സെയിർ അല്ലേ? ഓൾഡ് നെയിം സെയിർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. Democratic Republic of Congo is an independent country. People of different races speak in a variety of languages. Different variety of people. Variety of races of people are living there. Then these races are speaking in different languages. അല്ലേ? അതായത് ഓരോ ആൾക്കാരും പല പല ലാംഗ്വേജസ് ആണ് സംസാരിക്കുക. Bantu is spoken by the largest number of people. അവിടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുള്ള കൂടുതൽ ആൾക്കാരും സംസാരിക്കുന്ന ഏത് ലാംഗ്വേജ് ആണ്? ബന്തു. എന്താ? ബന്തു. ബന്തു ഈസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ സ്പോക്കൺ ബന്തു. അല്ലേ? Deep inside the forest live the pygmies. They are short and dark. They do not make permanent houses. Pygmies are basically hunters and fruit gatherers. Okay, deep inside the forest live the pygmies. അതായത് നമ്മുടെ ഫോറസ്റ്റിന്റെ ഉൾവശത്ത് ആര് ജീവിക്കുന്നുണ്ട്? കുറെ മനുഷ്യന്മാരുണ്ടാവും അല്ലെ? അതിലൊരു വിഭാഗമാണ് ആര്? പിഗ്മീസ്. അവിടെ ജീവിക്കുന്ന ഒരു വിഭാഗക്കാരെ നമ്മൾ എന്ത് പറയും? പിഗ്മീസ്. എന്താ പറയാ? Pygmies. ഈ പിഗ്മീസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? They are short and dark. അവര് പൊക്കം കുറഞ്ഞവരായിരിക്കും. Pygmies are short. Pygmies are short and dark. ഡാർക്ക് കളറിലുള്ള പൊക്കം കുറഞ്ഞ വർഗ്ഗക്കാരാണ് ആര്? Pygmies. Pygmies are living inside the forest. Pygmies are living inside the forest and they are short and dark. They do not make permanent houses. അവർ സ്വന്തമായിട്ട് എന്തുണ്ടാക്കില്ല? ഒരു സ്ഥിരം ഹോം ഉണ്ടാക്കില്ല. നമ്മളൊക്കെ നിൽക്കുന്നത് പോലെ പെർമനന്റ് ഹോം ആർക്കില്ല? പിഗ്മീസ്. പിഗ്മീസ് ഡു നോട്ട് ഹാവ് പെർമനന്റ് ഹൗസസ്. പിഗ്മീസ് ആർ ബേസിക്കലി ഹണ്ടേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഗ്യാദറേഴ്സ്. അവരാരാണ്? പിഗ്മീസ് ആർ ഹണ്ടേഴ്സ്. വേട്ടയാടുന്ന ആൾക്കാരാണ്. ഹണ്ടിങ് ആണ് അവരുടെ ജോലി. പിഗ്മീസ് ആർ ഹണ്ടേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഗ്യാദറേഴ്സ്. അപ്പൊ ആരാ? ഹു ഈസ് പിഗ്മീസ്? ഡീപ് ഇൻസൈഡ് ദ ഫോറസ്റ്റ് ലിവ് a group of people. That people are known as pygmies. Pygmies are short and dark. പൊക്കം കുറഞ്ഞ ഡാർക്ക് കളറുള്ള ആളാണ് ആര്? പിഗ്മീസ്. They do not make permanent houses. അവർ സ്ഥിരമായി വീടുണ്ടാക്കാറുണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ നിൽക്കുന്നത് പോലെ സ്ഥിരമായ വീട് ആർക്കില്ല? പിഗ്മീസ് എന്ന ജനവിഭാഗക്കാർക്കില്ല. പിന്നെ they are hunters. അവരുടെ ജോലി എന്താ? അവരെന്തായിരുന്നു? ഹണ്ടിങ്. അതായത് വേട്ടയാടും. അതുപോലെ ഏഞ്ചൽ. ഹണ്ടേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഗ്യാദറേഴ്സ്. ദേ ആർ ഹണ്ടേഴ്സ് ആൻഡ് ഫ്രൂട്ട് ഗ്യാദറേഴ്സ്. യെസ്, കണ്ടില്ലേ? പിക്ചർ കണ്ടോ? ദ പിഗ്മീസ് ആർ ദ നേറ്റീവ്സ് ഓഫ് ദ കൺട്രി. പിഗ്മീസിന്റെ ഫോട്ടോസ് കണ്ടില്ലേ? Then next paragraph, most of the people live in the Congo River Basin. About 80% of the people live in villages. Most of them live in bamboo huts. These are generally thatched with palm leaves. നമ്മൾ പറഞ്ഞു pygmies do not have permanent home. Pygmies എന്തില്ല? ഒരു പെർമനന്റ് ഹോം ഇല്ല. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ഉണ്ടാക്കാറില്ല. They live in temporary houses. Then most of the people live in the Congo River Basin. കൂടുതൽ ആൾക്കാരും എവിടെയാ താമസിക്കുക? കോങ്കോ നദീതീരത്താണ് താമസിക്കുക. കോങ്കോ നദീതീരത്ത് താമസിക്കും. അതോടൊപ്പം about 80% of the people live in villages. 80%, ഏകദേശം 80% ജനങ്ങളും ജീവിക്കുന്നത് വില്ലേജസ്, ഗ്രാമങ്ങളിലാണ്. പിന്നെ കുറച്ച് ആൾക്കാര് നദി റിവർ ബേസിൽ താമസിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദം ലിവ് ഇൻ ബാംബു ഹട്ട്സ്. അവരുടെ വീട് എങ്ങനെയുള്ളതാണ്? ബാംബു, മുള കൊണ്ടുണ്ടാക്കിയ കുടിലാണ് ആര് താമസിക്കുക? ഈ പിഗ്മീസ് താമസിക്കുന്നത്. These are generally thatched with palm leaves. Thatched എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മേഞ്ഞത്.
എന്ത് മേഞ്ഞത് അവരുടെ വീട്? പനയുടെ ഓല കൊണ്ട് മേഞ്ഞ വീടാണ്. മേഞ്ഞ വീട്ടിലാണ് ആര് താമസിക്കുക? പിഗ്മീസ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പിഗ്മീസിനെ കുറിച്ച് പഠിച്ചത്? Deep inside the forest live the pygmies. Pygmies are short and dark. Pygmies do not make permanent houses. They are hunters and fruit gatherers. Most of the people live in river basin. About 80% people live in villages. Most of them live in bamboo huts. കൂടുതൽ ആൾക്കാരും എവിടെയാ താമസിക്കുക? ഓല കൊണ്ട് മേഞ്ഞ, പനയോല കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിക്കുക. പനയോല മേഞ്ഞ വീട്ടിലാണ് താമസിക്കുക. പിന്നെ അവരുടെ വീട് എപ്പോഴും ഓല മേഞ്ഞത്, അല്ലെങ്കിൽ താച്ചഡ് മീൻസ് മേഞ്ഞത്. നമ്മൾ ഓടും വാർപ്പൊക്കെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? അവരുടെ റൂഫ് എങ്ങനെയുള്ളതാണ്? പനയോല കൊണ്ടുള്ളതാണ്. മനസ്സിലായോ? പണ്ടൊക്കെ ഓല മേഞ്ഞ വീടില്ലേ, അതുപോലെ പനയോല മേഞ്ഞ വീട്ടിലാണ് ഇവർ താമസിക്കുക. അവരുടെ വീട് കണ്ടോ നിങ്ങള്? കണ്ടോ? സ്ത്രീ മനസ്സിലായോ? മനസ്സിലായോ? Yes. Next paragraph. People wear light cotton clothes because the climate is extremely hot and wet. The heat does not allow hard physical work. The people often suffer from malaria and other tropical disease. The deadly tsetse fly make it impossible to raise catching. എന്താ പറഞ്ഞത്? ഇവിടെ എന്താ പറയുന്നേ? പീപ്പിൾ വിയർ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ്. അതായത് അവിടെയുള്ള ആൾക്കാര്, കോങ്കോ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാര് ലൈറ്റ് കോട്ടൺ ഡ്രസ്സാണ് ഇടുക. ലൈറ്റ് കോട്ടൺ ഡ്രസ്സാണ് ഇടുക. കാരണം എന്താ അറിയോ? ക്ലൈമറ്റ് ഈസ് എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് വെറ്റ്. ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണ്? ഹോട്ട് ആണ്, ചൂടുള്ളതും വെറ്റുമാണ്. ദ ഹീറ്റ് ഡസ് നോട്ട് അലൗ ഹാർഡ് ഫിസിക്കൽ വർക്ക്. ചൂട് എന്തിന് സഹായിക്കില്ല? നല്ല കട്ടിയുള്ള ജോലി ചെയ്യാൻ ചൂട് അനുവദിക്കാറില്ല. വളരെയധികം ചൂടുള്ളത് കൊണ്ട്, ഹോട്ട് ഏരിയ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഫിസിക്കൽ വർക്കിന് കുറച്ച് തടസ്സമുണ്ട്. പീപ്പിൾ ഓഫൺ സഫർ മലേറിയ. അവിടെയുള്ള ആൾക്കാർക്ക് മിക്കവാറും എന്തുണ്ടാവും? മലേറിയ പോലുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള ഏരിയയാണ്. കാരണം നമ്മൾ പറഞ്ഞു, നമ്മുടെ പോലെ നല്ല വീടോ അല്ലെ നല്ല ബാത്റൂമോ നല്ല ടോയ്ലറ്റോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അവര് താച്ച്, അതായത് പനയോല കൊണ്ട് മറച്ച് താച്ച് ചെയ്ത ഒരു വീട്ടിലാണ് അവർ താമസിക്കുക. അവർക്ക് ഇപ്പൊ നമുക്കുള്ള പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് അവിടെ മലേറിയ പോലുള്ള രോഗങ്ങൾ, ട്രോപ്പിക്കൽ ഡിസീസസ് വരും. The deadly tsetse fly make it impossible to raise catch. എന്ത് ചെയ്യും? ടിക് ടിക് ഫ്ലൈ എന്നാണ് പറയാ. tsetse ഫ്ലൈക്ക് നമ്മൾ ടിക് ടിക് ഫ്ലൈ എന്ന് പറയും. ആ ഫ്ലൈ എന്തിന് കാരണമാക്കും? impossible to raise cattle. Cattle means പശു അല്ലെ? പശുക്കളെ ഒന്ന് വളർത്തുന്നതിനൊക്കെ അതുപോലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് പിഗ്മീസ് ആണ്. പിഗ്മീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ഡാർക്ക് ആണ്. They live in deep inside the forest. They do not have permanent houses. പിന്നെ they are hunters and gatherers. പിന്നെ they wear light cotton clothes because the climate is extremely hot and wet. The heat does not allow to physical work. പിന്നെ the people suffer malaria, അല്ലെ? some diseases like malaria പോലുള്ള അസുഖങ്ങൾക്ക് അവിടെ കൂടുതൽ ചാൻസ് ഉണ്ട്. Next paragraph. Till a few years ago, children had to help parents in their work. Today, many children attend school. Many racial groups practice painting, sculpture, and carving. The Yaka people of the southwest make excellent masks and statues. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അല്ലെ? നമ്മളെ പോലുള്ള ഫെസിലിറ്റീസ് ഒന്നും അവർക്കില്ല. അവരെ till a few years ago, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ children had helped to parents in their work. എന്ത് ചെയ്തു? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെയുള്ള കുട്ടികൾ എന്ത് ചെയ്തു അറിയോ? പാരന്റ്സിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. പാരന്റ്സിനെ അവരുടെ ജോലിയിൽ സഹായിച്ചിരുന്നു. പാരന്റ്സിന് എന്താണോ ജോലി, ആ ജോലി ചെയ്യാൻ കുട്ടികൾ കൂടെ വരുന്നു. നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അച്ഛനും അമ്മയുടെ കൂടെ ജോലി ചെയ്യാൻ കൂടാറുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയുടെ കൂടെ കൂടാന്ന് പറയുമ്പോ അവരെന്ത് പറയും? വേണ്ട, മക്കളിപ്പം എന്ത് ചെയ്തോ? പോയി പഠിച്ചോ, അമ്മ അച്ഛനോ ചെയ്തോളാം. അങ്ങനെയല്ലേ ഗ്രേസെ പറയാ? അല്ലേ? നിങ്ങൾ പഠിച്ചോന്ന് പറയും. അപ്പൊ അന്നുള്ള പാരന്റ്സ് അങ്ങനെയല്ല, അവിടെയുള്ള പാരന്റ്സ് അങ്ങനെയല്ല. അവരെന്ത് ചെയ്യും? കുട്ടികളെയും കൂടെ കൂട്ടും. എന്തിനെ? അവരുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി. അപ്പം till a few years ago, children helping their parents in their works.
ടുഡേ മെനി ചിൽഡ്രൻ അറ്റൻഡ് സ്കൂൾ. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. പണ്ടൊന്നും സ്കൂളിൽ പോവില്ല, അവരെപ്പോഴും പാരന്റ്സിന്റെ കൂടെ പണിയെടുക്കുക ചെയ്യാ. ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. മെനി റേഷ്യൽ ഗ്രൂപ്പ്സ് പ്രാക്ടീസ് പെയിന്റിംഗ്, സ്കൾപ്ചർ ആൻഡ് കാർവിംഗ്. ചില ആൾക്കാർ, നമ്മൾ പറഞ്ഞ പിക്മീസ് പോലുള്ള ചില വർഗ്ഗക്കാര് പെയിന്റിങ്സോ പിന്നെ സ്കൾപ്ചർ വർക്കിങ്ങോ അല്ലെങ്കിൽ എന്താ കാർവിംഗ് കൊത്തുപണികളൊക്കെ ചെയ്യുന്നുണ്ട്. ദ യാക്ക, ഒരു കൂട്ടം ആൾക്കാരുടെ പേരാണ് എന്ത്? യാക്ക പീപ്പിൾ ഓഫ് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റിലുള്ള യാക്ക പീപ്പിള് എന്തുണ്ടാക്കും? മാസ്ക്സ് ആൻഡ് സ്റ്റാച്യൂസ്. മാസ്കും അതുപോലെ സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കാൻ പ്രമുഖരാണ് ആര്? യാക്ക പീപ്പിൾ. മനസ്സിലായോ? മിസ് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചോ. ആദ്യം തൊട്ട് ലൈഫ് ഓഫ് ദ പീപ്പിള്. Democratic Republic of Congo is an independent country. People of different races speak a variety of languages. Different languages are speaking in different races. Bantu is a language. It is spoken by the largest number of people. The Congo, Republic of Congo ഇലുള്ള കൂടുതൽ ആൾക്കാരുടെയും ഭാഷ ഏതായിരുന്നു? ഏത് ഭാഷ സംസാരിച്ചിരുന്നത്? ബന്ധു. ഏതാ? ബന്ധു. യെസ്. പിന്നെ deep inside the forest, pygmies are living. Pygmies are living in deep inside the forest. ഇനി പിഗ്മീസിന്റെ പ്രത്യേകത എന്താ? What is the speciality of pygmies? Pygmies are short. പൊക്കം കുറഞ്ഞവരാണ് പിഗ്മീസ്. They are dark. ഇരുണ്ട വർഗ്ഗക്കാരാണ്. അതായത് കറുപ്പ് കുറച്ച് കറുത്ത ആൾക്കാരും കറുത്ത് പൊക്കം കുറഞ്ഞ ആൾക്കാരാണ് ആര്? പിഗ്മീസ്. പിന്നെ they do not make permanent houses. അവർക്ക് എന്തില്ല സ്വന്തമായിട്ട്? റുവൈസേ, പിഗ്മീസിന് സ്വന്തമായിട്ട് എന്തില്ല? വീടില്ല. അവർ സ്വന്തമായി പെർമനന്റ് സ്ഥിരമായ ഒരു വീട് ഉണ്ടാക്കാറില്ല. ഇപ്പൊ നമുക്കുള്ള പോലെ ഇന്ന സ്ഥലത്ത് ഒരു പെർമനന്റ് വീട് നമുക്കില്ലേ? അവർക്ക് എന്തില്ല? സ്വന്തമായി വീടില്ല. സ്വന്തമായി എന്നല്ല, സ്ഥിരമായൊരു വീടില്ല. ഇന്നിവിടെ നിന്നാൽ ചിലപ്പോ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? വേറെ സ്ഥലത്തേക്ക് ഞാൻ പോകും. അങ്ങനെ അവർക്ക് പെർമനന്റ് ഹോം ഇല്ലാത്ത വർഗ്ഗക്കാരാണ് ആര്? പിഗ്മീസ്. They are basically hunters and gatherers. ഹണ്ടിങ്ങും ഗ്യാതറിംഗ് ഒക്കെയാണ് അവരുടെ മെയിൻ ആയ ജോലി. പിന്നെ most of the people living in river basin and about 80% people living in villages. കൂടുതൽ ആൾക്കാരും വില്ലേജസിലാണ് താമസിക്കുന്നത്. കുറെ ആൾക്കാർ എവിടെ താമസിക്കും? നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ താമസിക്കുന്നത്, കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത് ബാംബു ഹട്ട്സിലാണ്. മുള കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ്, കുടിലാണ് അവർ താമസിക്കുക. അവരുടെ വീട് എങ്ങനെയുള്ളതാണ്? മുള കൊണ്ട് ഉണ്ടാക്കിയത്. പാം ലീഫ്, അതായത് നമ്മുടെ പനയോലയൊക്കെ വെച്ച് റൂഫൊക്കെ ഉണ്ടാക്കി മുള കൊണ്ട് ഉണ്ടാക്കിയിട്ട് മുകളിൽ പനയോല താച്ച് ചെയ്ത വീട്ടിലാണ് അവർ താമസിക്കുക. പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് മലേറിയ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ അവർ വൃത്തിയും കാര്യങ്ങളും ഇന്ന് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ എന്ത് ചെയ്യും? കക്കൂസിലൊക്കെ സ്വന്തമായി സ്ഥിരമായ ഒരു വീടില്ല. അപ്പൊ സ്ഥിരമായ വീടില്ലാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സ്ഥിരമായി ബാത്റൂമോ ടോയ്ലറ്റോ ഉണ്ടാവുമോ? ഇല്ല അല്ലെ? അവർ ഇന്ന് ഒരാഴ്ച ഇവിടെ നിന്നാലേ കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവിടെ പോകുമ്പോൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും കക്കൂസിലൊക്കെ പോവുക. അപ്പൊ അതൊക്കെ എന്തിന് കാരണമാക്കും? മലേറിയ പോലുള്ള അസുഖങ്ങൾക്ക് കാരണം ആകും. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരുടെ ജോലി എന്തായിരുന്നു? പാരന്റ്സിനെ സഹായിക്കുക അല്ലെ? Till few years ago, children had to help parents in their work. പാരന്റ്സിന്റെ ജോലിയിൽ അവരെ കൂടെ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ children attend school. കുറെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ many racial groups are practicing painting, sculpture, and carving, etc. Yaka people in southwest, they were excellent. They made excellent masks and statues. Statuesum mask ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആര്? യാക്ക പീപ്പിൾ. യാക്ക മനസ്സിലായോ? മനസ്സിലായോ? അഗ്രികൾച്ചർ കൂടെ എടുക്കാം. അഗ്രികൾച്ചർ, ലിസൺ. Agriculture and mining are the main occupations. About 1/5 of the country is under cultivation. More than 3/4 of the people are farmers. The most important food crop is cassava. This plant grows to a height of about 1.5 meter and develop thick roots or tubers under the ground. Millets, maize, groundnuts, bananas are the other important crops. Rubber, coffee, cotton and oil palm are grown mainly for export.
എന്താ പറഞ്ഞേ? അഗ്രികൾച്ചർ ആൻഡ് മൈനിങ് ആർ ദ മെയിൻ ഒക്യുപ്പേഷൻ. അതായത് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുള്ള ആൾക്കാരുടെ മെയിനായ ജോലി എന്താ? അഗ്രികൾച്ചർ, കൃഷി അല്ലെ. അഗ്രികൾച്ചർ ആൻഡ് മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനം അല്ലെ. പെട്രോളും അതുപോലെ മണ്ണെണ്ണ, പെട്രോള്, കൽക്കരി ഒക്കെ കുഴിച്ചെടുക്കുന്നില്ലേ? അപ്പൊ മൈനിങ് ആൻഡ് അഗ്രികൾച്ചർ ആർ ദ occupations in Democratic Republic of Congo people. About 1/5 of the country is under cultivation. അതായത് ആ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ അഞ്ചിൽ ഒരു ഭാഗം ആൾക്കാരും എവിടെയാ താമസിക്കുക? അല്ല, എന്താണ് അവരുടെ ജോലി? കൾട്ടിവേഷൻ ആണ്, കൃഷിയാണ്. അതായത് 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 20 ആൾക്കാരുടെ പണി എന്താ? കൃഷിയാണ്. മനസ്സിലായല്ലോ? 1000 ആൾക്കാരുണ്ടെങ്കിൽ 200 ആൾക്കാരെങ്കിലും കൃഷിക്കാരാണ് അവിടെ. അപ്പൊ കൂടുതൽ ആൾക്കാർ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മോർ ദാൻ 3/5 ഓഫ് ദ പീപ്പിൾ ആർ ഫാർമേഴ്സ്. അതായത് കൂടുതൽ ആൾക്കാരും 3/4 ഓഫ് ദ പീപ്പിൾ ആർ ഫാർമേഴ്സ്. 3/4 ഓഫ് ദ പീപ്പിൾ ആർ ഫാർമേഴ്സ്. 1/4 ഓഫ് ദ കൺട്രി ഈസ് അണ്ടർ കൾട്ടിവേഷൻ. കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ് ക്രോപ്പ് ഈസ് കസാവ. അവിടെ കൃഷി ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്രോപ്പ് ഏതാണെന്നറിയോ? കസാവ. എന്താ കസാവ എന്ന് പറഞ്ഞാല്? കസാവ എന്ന് പറഞ്ഞാൽ കപ്പയില്ലേ, നമ്മുടെ കപ്പ, ടാപ്പിയോക്ക. കപ്പേനെയാണ് എന്താ പറയാ? കസാവ. ദിസ് പ്ലാന്റ് ഗ്രോസ് ടു ഹൈറ്റ് ഓഫ് 1 meter. ഏകദേശം 1.5 മീറ്ററോളം വളരും അവിടുത്തെ കസാവ ചെടികള്. പിന്നെ അതിന്റെ അടിയിൽ നല്ല എന്താ പറയാ, കിഴങ്ങുകൾ ഉണ്ടാവും, നമ്മളെ കപ്പ. യെസ്. പിന്നെ അത് കൂടാതെ, കസാവ കൂടാതെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം? മില്ലറ്റ്സ്, മെയ്സ്, പിന്നെ ഗ്രൗണ്ട് നട്ട്സ്. ഗ്രൗണ്ട് നട്ട്സ് മീൻസ് നിലക്കടല. Banana are the other important crops. Cassava is the main important crops in this region. Other important cultivations are millets, maize, groundnuts, bananas. പിന്നെ അത് കൂടാതെ റബ്ബർ, കോഫി, കോട്ടൺ, ഓയിൽ പാം are grown mainly for export. അങ്ങനെ പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാല്? അതായത് മെയിൻ കൃഷി എന്ന് പറയുന്നത് ടാപ്പിയോക്കയാണ്, സോറി കസാവയാണ്, ടാപ്പിയോക്ക. അത് കൂടാതെ അവിടെ പിന്നെ മില്ലറ്റ്സ്, മെയ്സ്, ഗ്രൗണ്ട് നട്ട്സ്, ബനാന, ഇതൊക്കെ കൃഷി ചെയ്യും. പിന്നെ എന്തും കൂടെ ചെയ്യുമെന്നറിയോ? റബ്ബർ, കോഫി, കാപ്പി, കോട്ടൺ, പരുത്തി, ഓയിൽ പാം, എണ്ണപ്പന, ഇതൊക്കെ അവര് കൃഷി ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ 4 സാധനം എന്തിനാ കൃഷി ചെയ്യുന്നറിയോ? ഫോർ എക്സ്പോർട്ടിങ്, കയറ്റി അയക്കാൻ വേണ്ടി, മറ്റുള്ള രാജ്യത്തിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയാണ് അവർ എന്ത് കൃഷി ചെയ്യുന്നത്? റബ്ബറും, കോഫിയും, കോട്ടണും, ഓയിൽ പാമും കൃഷി ചെയ്യുന്നത്. മനസ്സിലായോ? ഓയിൽ പാമിൽ നിന്നും അല്ലെങ്കിൽ കോട്ടണിൽ നിന്നും റബ്ബറിൽ നിന്നും കോഫിയിൽ നിന്നൊക്കെ കിട്ടുന്ന കൾട്ടിവേറ്റഡ് സാധനങ്ങള് അവർ പുറത്തേക്ക് കയറ്റി അയക്കും. മനസ്സിലായോ? അഗ്രികൾച്ചർ ഒന്നും കൂടെ പറയാം മിസ്. അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലുള്ള ആൾക്കാരുടെ മെയിനായ ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് മൈനിങ്. മൈനിങ് ആൻഡ് അഗ്രികൾച്ചർ ആർ ദ occupation in Congo, Democratic Republic of Congo people. പിന്നെ 1/5 of the people are under the cultivation. 5ൽ ഒരു ഭാഗം ആൾക്കാർ കൃഷിയുടെ കൾട്ടിവേഷന്റെ അണ്ടറിലാണുള്ളത്, കീഴിലാണ്. കൾട്ടിവേഷൻ ആണ് 1/5 ഓഫ് ദ പീപ്പിൾ. ഇനി ബാക്കിയോ 3/4, 4ൽ 3 ഭാഗം ആൾക്കാരും ആരാണ്? ഫാർമേഴ്സ് ആണ്, കൃഷിക്കാരാണ്. മനസ്സിലായോ? 4ൽ 3 ഭാഗം ആൾക്കാർ കൃഷിക്കാരാണ്. പിന്നെ അവിടെ മെയിനായി നടത്തുന്ന കൃഷി എന്ന് പറയുന്നത് കസാവ, കപ്പയാണ്. അത് കൂടാതെ എന്തൊക്കെയുണ്ട്? മില്ലറ്റ്സ്, മെയ്സ്, ഗ്രൗണ്ട് നട്ട്സ്, ബനാനാസ്. മില്ലറ്റ്സ്, മെയ്സ്, ഗ്രൗണ്ട് നട്ട്സ്, ബനാനാസ് ആർ ഓൾസോ ഗ്രോൺ ദർ. അതും കൂടാതെ റബ്ബർ, കോഫി, കോട്ടൺ ആൻഡ് ഓയിൽ പാം ഓൾസോ ഗ്രോൺ ദർ. These are cultivated for exporting. ഈ 4 സാധനങ്ങൾ, അതായത് റബ്ബറും, കോഫിയും, കോട്ടണും, ഓയിൽ പാമും അവർ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? ഇന്ന് പറഞ്ഞത് മനസ്സിലായോ മക്കളെ? മിസ് പഠിപ്പിച്ചത് മനസ്സിലായവരൊന്ന് കൈപൊക്കി കാണിച്ചേ മിസ്സിനെ. ഒന്നും കൂടെ പറയണോ? ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. എന്നാലും ഒന്നും കൂടെ മിസ് പറയാൻ ശ്രദ്ധിക്കണേ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈസ് ഇൻഡിപെൻഡന്റ് കൺട്രി.
Then people of different races speak different languages. Bantu is spoken by the largest number of people. കൂടുതൽ ആൾക്കാരും അവിടെ സംസാരിക്കുന്നത് എന്താണ്? ബന്ധു എന്ന ലാംഗ്വേജ് ആണ്. പിന്നെ ഡീപ് ഇൻസൈഡ് ദ ഫോറസ്റ്റ് ലിവ് പിഗ്മീസ്. പിഗ്മീസ് എന്ന് പറയുന്നത് വെരി ഷോർട്ട്, പൊക്കം കുറഞ്ഞ് ഡാർക്ക് കളറിലുള്ള ആൾക്കാരാണ് ആര്? പിഗ്മീസ്. പിഗ്മീസ് ആർ ഷോർട്ട് ആൻഡ് ഡാർക്ക്. പിന്നെ ദേ ഡു നോട്ട് മേക്ക് പെർമനന്റ് ഹൗസസ്. അവർക്ക് പിഗ്മീസിന് സ്ഥിരമായി വീടുണ്ടാക്കോ? ഒരു പെർമനന്റ് ഹൗസ് ഉണ്ടാക്കോ? ഇല്ല. ഒരു ടെമ്പററി ഹൗസിലാണ് എപ്പോഴും താമസിക്കുക. ദേ ഡു നോട്ട് മേക്ക് പെർമനന്റ് ഹൗസസ്. പിഗ്മീസ് ആർ ബേസിക്കലി ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. ഹണ്ടിങ്ങും ഗ്യാദറിങ്ങും ആണ് അവരുടെ മെയിൻ ആയ ജോലി. പിന്നെ അത് കൂടാതെ most of the people live in Congo river basin. കോങ്കോ നദീതീരത്താണ് കൂടുതൽ ആൾക്കാർ താമസിക്കുക. 80% of the people live in villages. 80% ആൾക്കാർ വില്ലേജിൽ താമസിക്കുന്നുണ്ട്. പിന്നെ അവരുടെ വീട് എന്ന് പറയുന്നത് ബാംബു ഹട്ട്സ് ആണ്. ബാംബു ഹട്ട്സ് ആൻഡ് ജനറലി thatched with palm leaves. അതായത് മുള കൊണ്ടുണ്ടാക്കിയ വീട്, പാം ലീഫ് പനയോല കൊണ്ടാണ് റൂഫിങ്. പനയോല താച്ച് ചെയ്ത ബാംബു ഹട്ട്സിലാണ് അവർ താമസിക്കുക. പിന്നെ അവിടെ ഉള്ളവർക്ക് മലേറിയ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? കാരണം എന്താ? അവിടൊക്കെ എന്തല്ല? പെർമനന്റ് ഹോം ഇല്ല, അവർക്ക് പെർമനന്റ് ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല, അല്ലെ? പിന്നെ few years ago children had to help their parents in working. Nowadays some people are attending school, അല്ലെ? Yes. പിന്നെ some racial groups are practicing painting, പിന്നെ sculpture and carving. Yaka people make masks and statues. യാക്ക എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ജോലി എന്താ? യാക്ക പീപ്പിളുടെ ജോലി എന്താ? മാസ്ക് ആൻഡ് സ്റ്റാച്യൂസ് ഉണ്ടാക്കുക. പിന്നെ അവരുടെ ഉള്ള മെയിൻ കൾട്ടിവേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് മെയിൻ കൾട്ടിവേഷൻ എന്നത് കസാവ, അല്ലെ? കസാവയാണ്. അത് കൂടാതെ വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? മില്ലറ്റ്സ്, മെയ്സ്, ഗ്രൗണ്ട് നട്ട്സ് ആൻഡ് ബനാനാസ്. ഇതും കൂടെ കൃഷി ചെയ്യും. പിന്നെ കുറച്ച് സാധനങ്ങൾ കൃഷി ചെയ്യും. ഏതൊക്കെയാ? റബ്ബർ, കോഫി, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ്. ഇത് എന്തിനു വേണ്ടിയാ കൃഷി ചെയ്യുന്നത്? കയറ്റി അയക്കാൻ വേണ്ടി, അല്ലെ? എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ഈ പറഞ്ഞ 4 സാധനങ്ങൾ കൃഷി ചെയ്യുക. ഇതിൽ നിന്ന് അവർക്ക് നല്ലൊരു വരുമാനം അവിടെ കൃഷി ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യും? കയറ്റി അയക്കും. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇനി ആരാ ഇതൊന്ന് വായിക്കുക? ഒച്ചത്തിൽ വായിക്കുന്ന ആരാ? ഏഞ്ചൽ. യെസ് ഏഞ്ചൽ, യു ക്യാൻ റീഡ് നൗ. ഏഞ്ചൽ അൺമ്യൂട്ട് ചെയ്ത മോളെ. വീണ്ടും മ്യൂട്ടായി. പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ. ആദ്യം മുതലെയാ? വേണ്ട, ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇന്ന് എടുത്തത് മാത്രം. Life of the people. The Democratic Republic of the Congo is an independent country. People of different races speak a variety of languages. Bantu is spoken by the largest number of people. Deep inside the forest live the pygmies. They are short and dark. They do not make permanent houses. Pygmies are basically hunters and fruit gatherers. Most of the people live in the Congo River Basin. About 80% of the people live in villages. Most of them live in bamboo huts. These are generally thatched with palm leaves. People wear light cotton clothes because the climate is extremely hot and wet. The heat does not allow hard physical work. The people often please stop. Hannah, you can read now. The people often suffer from malaria and other tropical diseases. The deadly pests fly makes it impossible to raise cattle.
Till a few years ago, children had to help parents in their work. Today, many children attend school. Many racial groups practice painting. Practice painting. Practice. The Yaka people of the southwest make excellent masks and statues. Agriculture. Agriculture and mining are the main occupations. About 1/5 of the country is under cultivation. More than 3/4 of the people are farmers. The most important food crop is cassava. This plant grows to a height of about 1.5 meter and develops thick roots or tubers under the ground. Millets, maize, groundnuts, and bananas are the other important crops. Rubber, coffee, cotton, and oil palm are grown mainly for export. Okay. Then Shahana Sharin, please read. Shahana. Life of the people. The Democratic Republic of the Congo is an independent country. People of different races speak a variety of languages. Bantu is spoken by the largest number of people. Deep inside the forest live the pygmies. They are short and dark. They do not make permanent houses. Pygmies are basically hunters and fruit gatherers. Most of the people live in the Congo River basin. Okay. Please stop. Mola, please stop. Abel Binoy, please read. You can read now. Abel. Mute ചെയ്തവനെ അൺമ്യൂട്ട് ചെയ്തവനെ ഇപ്പൊ മ്യൂട്ട് ടൈംസ് ഇപ്പൊ മ്യൂട്ട് ആയോന്ന് അല്ല ഇപ്പൊ ഇവിടെ അൺമ്യൂട്ട് ആണ്. ഇപ്പൊ വായിച്ചോ ഇവിടെ അൺമ്യൂട്ട് ആയിട്ടാ കാണുന്നത്. മോൻ വായിച്ചോ. Lifestyle of people. The democratic എവിടെയാ നിർത്തിയത്? of the Congo is lifestyle. അവിടെയൊന്നും അല്ല. ഷഹന എവിടെയാ നിർത്തിയത്? ഷഹന വായിച്ച് മൂന്നാമത്തെ പാരഗ്രാഫ് എത്തിയല്ലോ. അവിടെ എന്തെടുക്കുമായിരുന്നു ഏബിള്? ഏബിൾ അവിടെ എന്തായിരുന്നു ജോലി? നിനക്ക് ഒരു തല്ലിന്റെ കുറവുണ്ട് കേട്ടോ. നിനക്കൊരു കുഞ്ഞു തല്ലിന്റെ കുറവുണ്ട്. അവിടെ നിൽക്കണേ. അടുത്തത് വായിക്കുന്നത് കേൾക്കാം. അതിനുശേഷം വായിപ്പിക്കേ. അടുത്ത ആള് വായിക്കുന്നത് ശ്രദ്ധിച്ചോ. എഡ്വിൻ, യു ക്യാൻ റീഡ് നൗ. എഡ്വിൻ കഴിഞ്ഞതിന് ശേഷം ഏബലാണ് വായിക്കേണ്ടത്. ശ്രദ്ധിച്ച് കണ്ടുപിടിക്കുക എവിടെയാണ്. യെസ്. About 80% of the people live in villages. Most of them live in bamboo huts. 80% of the people live in village. Most of them live in bamboo huts. These are generally thatched with clam leaves. People wear light cotton cloth because the climate is extremely hot and it does not allow hard physical work. The people often suffer from the malaria of tropical disease. Fly makes it impossible to the raise cattle. Cat means പശുക്കൾ. Till a few years ago, children had to help parents in their work. Today, many children attend
groups participates painting and covering the Carving. people of South. Edwin, carving. Carving the Yaka people of the Southwest make excellent makes and Masks and statues. Masks എന്നാണ് ട്ടോ വായിക്കുക. Yes, Abel. Abel Binoy. Yes, agriculture മുതൽ. Of the people live in villages, most of them live in bamboo. അവിടെയൊന്നും അല്ല Abel. Next one, agriculture മുതൽ agriculture. Agriculture and mining are class കഴിഞ്ഞ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഏബലിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്തിരുന്നോളൂ. അവിടെ വന്ന് ഞാൻ ഏബലിന് 2 തല്ല് തരാം. ഏബലെ കണ്ടോ? അഗ്രികൾച്ചർ മുതലാണ് വായിക്കേണ്ടത്. പേജ് നമ്പർ 213. Agriculture and mines are the main occupation, and 95% of the country is under cultivation. More than 3/4. More than 3/4. 3/4 of the people are farmers. People are farmers. The most important food crop is cassava. These plants grow to a height of above 50 meters and develops thick roots or tubers under the ground. Millions, masses, groundnut and banana are other important crops. Rubber, coffee, cotton and oil plants are grown mainly for export. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഏബലിന്റെ വീട്ടിലോട്ട് വരുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവരുടെ ഒക്കെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ഗ്രേസ് KA. യെസ്. ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തേ മോളെ. Life of the people, the Democratic Republic of the Congo is an independent country. People of different races speak of variety of languages. Bantu is spoken by the largest number of people. Deep inside the forest live the pygmies. They are short and dark. They do not make permanent houses. Pygmies are basically hunters and fruit gatherers. Most of the people live in the
Congo River Basin. About 80% of the people live in villages. Most of them live in bamboo huts. These are generally That's with Okay, Grace. Okay. അപ്പൊ മക്കളെ ടൈം ഒക്കെ കഴിയാനായി. നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായി വായിക്കാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് നന്നായി വായിക്കുക. കുറേ പ്രാവശ്യം വായിക്കുക. ഇന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പൊ അതൊക്കെ കിട്ടുള്ളൂ വായിച്ചാല്. എന്തായിരുന്നു മോളെ ഹന്ന? ആ, സൈൻ ഇടണം. നിങ്ങൾ വായിച്ചതിന് ശേഷം സൈൻ ഇട്ടിട്ട് മിസ്സിനെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. 3 times. 3. Okay. All of you please read the lesson 3 times. വേറൊരു ഹോംവർക്കും കൂടെ. ഈ ടെക്സ്റ്റ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്രയും വായിച്ചതിന് ശേഷം ഒരു 10 1 word ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. മനസ്സിലായോ? വായിക്കുക, ഒരു 10 1 word ക്വസ്റ്റ്യൻ ഉണ്ടാക്കി മിസ്സിന് ഇന്ന് തന്നെ സെൻഡ് ചെയ്യണം. പേഴ്സണലി സെൻഡ് ചെയ്യാം. നോട്ട്ബുക്കിൽ. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതുക, മിസ്സിന് പേഴ്സണലി സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ യുവർ ടുഡേസ് ഹോംവർക്ക് ഈസ് read the lesson 3 times and put your parents sign. Pinne, please find 10 1 word questions from this lesson. Okay. പാഠഭാഗത്തുനിന്ന് ഒരു 10 1 word question കൂടെ കണ്ടെത്തുക. അപ്പൊ എല്ലാവർക്കും ചാച്ച, ബൈ ബൈ, see you, bye bye. Okay, bye bye.